അത് ഒരിക്കലും ഒരു ഫോണിൽ കാണിച്ചു തരാൻ പറ്റിയ കാര്യമല്ല. കൊത്തുപണി എന്നൊക്കെ പറഞ്ഞല്ലോ, വർക്ക്, ആർട്ട് വർക്കാണ്. സെറ്റ്. ഇതാണ് ലതാ മങ്കേഷ്കറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 6 പീസിന് 20 രൂപ. ചെറിയ ചെറിയ മൊമോസാണ്, പക്ഷെ കുഴപ്പമില്ല. 6 പീസിന് 20 രൂപ ഓക്കെയാണ്. നമ്മൾ സരയൂ ഘാട്ടിലേക്കുള്ള വഴിയിലാണ്. സരയൂ ഘാട്ട് എന്ന് വെച്ചാൽ സരയൂ റിവറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഘാട്ടാണ്. അതായത് അയോധ്യ അമ്പലത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരത്തേ ഉള്ളൂ. ഈ പോകുന്ന വഴി നല്ല രസമാണ് കാണാൻ. മൊത്തം മഞ്ഞ കളർ ഫീൽ ചെയ്യും. അതായത് മൊത്തം തുണികളും പിന്നെ ഷോപ്പുകളും കേട്ടോ കൂടുതലും. അങ്ങനെ ഇവിടുന്ന് ഒരു പൊട്ടിക്ക് നടന്നിട്ട് വേണം അവിടെ എത്താൻ. പോകുന്ന വഴി ഒരുപാട് ഫുഡ് ട്രൈ ചെയ്യാനുണ്ട്. പക്ഷേ ഇവരുടെ കൂടുതലും വറുത്ത് കോരിയതായ ഫുഡുകളാണ്. ചാട്ടുകളോ അല്ലെങ്കിൽ കച്ചോരി അങ്ങനത്തെ മൊത്തം വറുത്ത ഐറ്റംസാണ്. അല്ല നമുക്ക് ഹെൽത്തി എന്ന് പറയാനായിട്ടുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് നോക്കുന്നുണ്ട്. ഇതാണ് സരയൂ ഘാട്ട് കേട്ടോ. അത് സരയൂ റിവർ. അത്ര ഡെവലപ്ഡ് ആയൊരിതല്ല. ഇവിടെ ഒരു ആരതി നടക്കാൻ പോകുന്നുണ്ട്, അവിടെ നിന്ന് പോയി നിന്ന് നോക്കാം. ഇതാണ് ഇവിടെയുള്ള റെയിൽവേ ബ്രിഡ്ജ് കേട്ടോ. അതാണ് ഇവിടുത്തെ റെയിൽവേ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത്, സരയൂ റിവറിനെ ക്രോസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ വണ്ടികളുടെ ബ്രിഡ്ജ്. അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ട് എടുത്തിട്ട് അപ്പുറത്തേക്ക് റൈഡിന് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ അത് എനിക്കിപ്പോൾ പോകേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഇവിടെ ഒരു ആരതി നടക്കാൻ പോകുന്നുള്ളൂ കണ്ടോ. കുറേ ഇതുപോലെ ദീപങ്ങൾ ഇവിടെ സെയിലിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആ ദീപങ്ങൾ അവിടെ ഒഴുകി വരുന്നുണ്ടോ, ഇങ്ങനെ സരയൂ നദിയിൽ ഒഴുക്കി വിടും. അവിടെ ഞാൻ കണ്ടു 2 കണ്ടോ. വാരണാസി പോലെ തന്നെ ഇവിടെയുണ്ട് ആരതി. സരയൂ നദിയാണെന്ന് മാത്രം കണ്ടോ. അതിനുള്ള തയ്യാറെടുപ്പിലെല്ലാവരും. ഞാനൊരു ആലുട്ടിക്കും ഒരു പാലക്കിൻ്റെ പക്കോടെ പറഞ്ഞത്. ആലുട്ടിക്കിനെ അടിച്ചു. ഇവിടെ കറണ്ട് ഉണ്ടാവില്ല, അത് ഞാൻ കഴിച്ചു. ഇപ്പോൾ കണ്ടു. ഇതാണ് പാലക്കിൻ്റെ പക്കോട. പാലക്കൊക്കെ ഇട്ടിട്ട് ഒരു പക്കോട നൈസാണ്. അതിലൊരു ചട്നി തരും. എന്തായാലും നനഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ബോംബെ സമൂസ. ഇവിടുത്തെ സമൂസ കണ്ടു. നമ്മുടെ നാട്ടിലുള്ള സമൂസ ഉണ്ട്, ബോംബെ സമൂസ എന്നാണെന്ന് പറയാം. ബോംബെയിൽ മാത്രമല്ല, എല്ലായിടത്തും കണ്ടുള്ളൂ. അവിടെ വന്ന് എത്തിച്ചു നോക്കുന്നു. അടുത്തത് മൊമോസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 6 പീസിന് 20 രൂപ. ചെറിയ ചെറിയ മൊമോസാണ്, പക്ഷെ കുഴപ്പമില്ല. 6 പീസിന് 20 രൂപ ഓക്കെയാണ് കണ്ടോ. 6 പീസ് മൊമോസാണേ. എൻ്റെ അമ്മേ, ഉപ്പ് കഷായം. ലതാ മങ്കേഷ്കറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരു വീണ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ടൗണിന്
ആൻഡ് ഈ ഒരു ജംഗ്ഷൻ ലതാ മങ്കേഷ്കർ ചൗക്ക് അങ്ങനെ എന്താ പറയും. ആ വീണരിക്കുന്ന പോയിന്റ് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലാണ് നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. ഇതാണ് ഫുഡ് സ്ട്രീറ്റ്. ഒരുപാട് കടകൾ തൊട്ട് തൊട്ട് കിടക്കുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ ലസ്സി, ബണ്ണ്, ചാട്ട് ഒക്കെ ഫ്രൈഡ് ഐറ്റംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഫ്രൈഡ് ആണ്. നമുക്ക് ഹെൽത്തി എന്ന് പറയാനായിട്ട് ഒന്നും കഴിക്കാനില്ല ഇവിടെ. ബോയിൽഡ് ചെയ്തിട്ട് ആകെ കിട്ടുന്നത് നമ്മുടെ മൊമോസാണ്. പക്ഷേ ഈ ഫ്രൈഡ് ആണെങ്കിൽ ഇത് കഴിക്കാൻ എത്ര പേര് അവിടെ ഇരിക്കുന്നത് കണ്ടോ. ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ട് ഇത് കഴിക്കുന്നുണ്ട്. കാരണം അതിന് വേണ്ടി ഒരു സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലതാ മങ്കേഷ്കറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുള്ള വീണ ഉണ്ടോ. അതിനെ നല്ലൊരു ഗാർഡനാക്കി സെറ്റ് ചെയ്ത് ഒരുപാട് പേര് ഇവിടെ ഫോട്ടോസ് വെക്കുന്നുണ്ട്. വീണ സ്റ്റോപ്പിൽ നിന്ന് ഒരു ഇലക്ട്രിക് ബസ്സോ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹനുമാൻഗഡി എത്താൻ പറ്റും. ഇതാണ് ഹനുമാൻഗഡി അമ്പലം അതിൻ്റെ ഉള്ളിൽ. ആൻഡ് ഇതാണ് അവിടേക്ക് പോകുന്ന സ്ട്രീറ്റ്. നല്ല രസമല്ലേ കാണാൻ. ആൻഡ് അതാണ് ടെമ്പിൾ. എവിടൊക്കെ രാമൻ്റെ അമ്പലം ഉണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹനുമാൻ്റെ അമ്പലം ഉണ്ടായിരിക്കും. അതങ്ങനെയാണ്. അത് ഇവിടെ കൂടുതൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പ്രയാഗ്രാജിലുണ്ടായിരുന്നു രാമൻ്റെ അമ്പലം, തൊട്ടടുത്ത് ഗണപതി ഹനുമാൻ്റെ അമ്പലം. ഇവിടെ തന്നെ രാം മന്ദിർ, അതിന് തൊട്ടടുത്ത് ഹനുമാൻഗഡി. അതാണ് അമ്പലത്തിൻ്റെ പ്രവേശനം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോവാതെ, അയോധ്യ വന്നു കഴിഞ്ഞാൽ ഹനുമാൻഗഡി പോവാതെ ആരും പോവാറില്ല. ഒരുപാട് സ്റ്റെപ്പ് കയറാറുണ്ട്. അഗൈൻ അമ്പലമാണ്, നേരിട്ട് തന്നെ കാണണം, വീഡിയോ എടുക്കുന്നതല്ല. പക്ഷെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചാ കേട്ടോ. ഭയങ്കര ഭംഗിയിൽ അലങ്കരിച്ചാണ് അവര്. UP കറക്കം മൊത്തത്തിൽ അമ്പലമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 3-4 ദിവസം മൊത്തം അമ്പലങ്ങളായിരുന്നു UP കവർ ചെയ്ത എല്ലാ സ്ഥലവും. ഇനി അത് കഴിഞ്ഞാൽ മധുര പോകുന്നുണ്ട്. മധുര കഴിഞ്ഞാൽ ബർസാന പോകുന്നുണ്ട്. ഇതെല്ലാം കൃഷ്ണര, ദ്വാരക ഗുജറാത്ത്, ഇവിടെ എല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാം മൊത്തം ഹായ് 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 ഹായ്. ഇവിടെ 5:30 ആയിട്ടുള്ളൂ സമയം. ഈ നേരം കൊണ്ട് ഇരുട്ടാണ് കണ്ടുവോ. നമുക്ക് ഇരുട്ടായിട്ട് അമ്പലത്തിൽ പോകണം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ഡിലേ ആക്കിയത് വേണ്ടിയിട്ട്. ഇവിടെ അമ്പലത്തിൽ ബസ് ഇറങ്ങിയിട്ടുണ്ടോ, ഒരു ക്യൂ വെച്ചിട്ട് നടന്നു പോകണം. ഇവിടെ ഉള്ളൊരു ഭംഗിയാണ്. രാത്രി അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ചൂസ് ചെയ്തത്. ഫുള്ള് ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവുക. മെയിൻ റോഡിൽ നിന്ന് അത്യാവശ്യം ഉള്ളിലേക്ക് പോകാനുണ്ട്. ഒരു 200-300 മീറ്റർ ഉള്ളിലേക്ക് നടക്കാനുണ്ട്. കാണിക്കാം. അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കുരങ്ങ് നിൽക്കണം നോക്കിയേ. നമ്മൾ ചെരുപ്പെല്ലാം അവിടെ വയ്ക്കണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതിന് തന്നെ ഞാൻ ചെരുപ്പ് അവിടെ വെച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. പേഴ്സ് മാത്രം നമുക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി ക്യാമറ എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യണം. സോ അമ്പലത്തിൻ്റെ ഒരു 1/2 കിലോമീറ്റർ മുന്നേ നമ്മളെ കൊണ്ട് ഫോണും ക്യാമറ എല്ലാം എടുപ്പിക്കും. ഇപ്പോൾ ഉള്ളിൽ കയറി തിരിച്ചു വന്നു കണ്ടോ. ഉള്ളിലുള്ള വിഷ്വൽ ഇവിടെ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അത് ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല. ആൻഡ് അത് ഒരിക്കലും ഒരു ഫോണിൽ കാണിച്ചു തരാൻ പറ്റിയ കാര്യമല്ല. കൊത്തുപണി എന്നൊക്കെ പറഞ്ഞല്ലോ, വർക്ക്, ആർട്ട് വർക്കാണ്. സെറ്റ് അടിപൊളിയാണ്. കുറച്ച് നേരം അവിടെ ഇരിക്കാൻ. 2 വർക്ക് മൊത്തം തീർന്നിട്ടില്ല. ഇപ്പോഴും വർക്ക് തീർന്നിട്ടില്ല. പണി നടന്നുകൊണ്ടേയിരിക്കും. ഒരു 40% വർക്ക് തീർന്നിട്ടുള്ളൂ. ഇനി 60% വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കാം. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണെങ്കിലേ, ഇവിടെ എല്ലാം നമുക്ക് ഫ്രീയാണ്. അതായത് ചപ്പൽ വയ്ക്കുന്നതും ഫ്രീ ആണ്, സാധനങ്ങൾ വയ്ക്കുന്ന ലോക്കർ ഫെസിലിറ്റി ഫ്രീ ആണ്, അമ്പലത്തിന് ഉള്ളിൽ കയറാൻ ഫ്രീ ആണ്, എല്ലാം ഫ്രീയാണ്. നമുക്ക് പ്രസാദം കിട്ടും, അതും ഫ്രീ ആണ്. ചെറിയൊരു സ്വീറ്റാണ്, അത് വേറൊന്നുമല്ല. എല്ലാം ഫ്രീ ആണ്. അമ്പലം വന്നുള്ള ഗുണം എന്താണെങ്കിൽ സ്ട്രീറ്റ് അടിപൊളിയായിട്ട് ഡെവലപ്പായി കണ്ടോ. ഈ സ്ട്രീറ്റ് മൊത്തം അടിപൊളിയായിട്ട് ഡെവലപ്പായില്ല. കടകളും ഫുഡ് സ്റ്റോറും മറ്റേ ഹോട്ടൽസും ആയിട്ടെല്ലാം അടിപൊളിയായിട്ട് അത് ഡെവലപ്പായി. അത് ഇതല്ല, കുറേ ദൂരത്തേക്ക് ഉണ്ട് ഇതെല്ലാം. മൊത്തം ഇങ്ങനത്തെ പ്രതിമകളാണ് കൂടുതലുള്ളത്. ഞാനും വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ പാനിപ്പൂരി എന്തെങ്കിലും കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഈ സ്ട്രീറ്റിൽ നടന്ന് ഫുഡ് കഴിക്കാനാണ് ഇപ്പോഴത്തെ പണി.
അവിടുന്ന് ഞാൻ ഫസ്റ്റ് ഒരു കച്ചോരി കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പാനിപൂരി കഴിച്ചു. ഇപ്പതാ ലസ്സി ട്രൈ ചെയ്യാൻ വന്നേക്കാം. ശ്രീകൃഷ്ണ ബേക്സിൽ നിന്ന് ലസ്സി ട്രൈ ചെയ്യാൻ വന്നതാ. എവിടെ പോയാലും ലസ്സി ഇപ്പോൾ ഒരു നിർബന്ധമായി മാറിക്കൊണ്ടിരിക്കുക. ലസ്സി ഇല്ലാതെ എന്നോട് പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇല്ലാതെ ഇവിടെ വരുമ്പോഴേക്ക് ഈ സാധനം കിട്ടുള്ളൂ ലസ്സി. അടിപൊളി. അതുകൊണ്ട് എവിടെ പോയാലും ഇപ്പോൾ അത് കഴിക്കുന്ന പണി. ഇന്ന് നേരം കൊണ്ട് 10 മേലെ ലസ്സി കട ഞാനൊരു ട്രൈ ചെയ്തിട്ടുണ്ടാവും. കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ലസ്സി മഹാരാഷ്ട്ര. അതിനെ മുട്ട ഒന്നുമില്ല. നല്ല ജലദോഷം പൊടി അടിച്ച അലർജി ആയിട്ട്. എന്നാലും ലസ്സി വിട്ടൊരു കളിയില്ല. സൗണ്ട് വരെ മാറി. എന്നാലും ലസ്സി വിടില്ല.